ഇതിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച ഈ വാർത്ത അറിഞ്ഞപ്പം നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വീട്ടിലായിരുന്നു. അപ്പം തന്നെ ഓടി ആശുപത്രിയിലേക്ക് പോയി തൻ്റെ മൃതശരീരം കണ്ടു. അവിടെ നിന്ന് കുറെ കരഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മിസ് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം, മരണത്തെ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നു. മരണത്തെ എന്ന ഒരു സംഭവം. പിന്നീട് വീട്ടിൽ വന്ന് അടുത്ത ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക വീട്ടിൽ. എന്താ ചെയ്യുന്നേ? ഈ വ്യക്തി ഇനി ഇല്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. നെഞ്ചത്തൊരു വലിയ ഭാരം ഇരിക്കുന്നത് പോലെ. ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ വിഷമമാണ്. ഞാൻ ജിജിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് 2013 ഞാനും സഹിച്ചാനും ഞങ്ങൾ ഈ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇത് നിൽക്കുന്നത്, ഇത് സെലസിന്റെ ഡ്രസ് കോഡായിരുന്നു. ഞങ്ങൾ മിക്കവാറും പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഡ്രസ് കോഡ് ഇതായിരുന്നു. 2013 വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ, ആ പാട്ടിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടി ട്രിവാൻഡ്രത്തുനിന്ന് ഞാൻ ജിജിനെ പിക്ക് ചെയ്തു. ഞാൻ അന്ന് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുക. കാരണം ജിൻസപ്പനാണ് എന്നോട് പറഞ്ഞ ഇങ്ങനെ ഒരു പുള്ളിയുണ്ട്, നമ്മുടെ ബാൻഡിന് കൊള്ളാം. അങ്ങനെ പോയി മീറ്റ് ചെയ്ത് റെക്കോർഡിങ്ങിന് വേണ്ടി ചെങ്ങന്നൂരുള്ള പാട്ടുപെട്ടി സ്റ്റുഡിയോയിലേക്ക് ഞാൻ കൊണ്ടുവരിക. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അന്ന് പരിചയപ്പെട്ട് തുടങ്ങിയ ബന്ധം. അന്ന് ഞാൻ അതിൻ്റെ ലീഡ് വോക്കൽ പാടി, ജിജിൻ അതിൻ്റെ ഫ്ലൂട്ട് പാർട്സ് എല്ലാം അന്ന് റെക്കോർഡ് ചെയ്തു. അന്ന് തുടങ്ങി ആ പാട്ടിൻ്റെ പ്രൊഡക്ഷൻ തീർന്നിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് നമുക്കിങ്ങനെ ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഞങ്ങളുടെ ബാൻഡിൽ ജിൻസ് മാത്യു, അലക്സ് TJ, ഇന്നിവിടെ എൻ്റെ കൂടെ നിൽക്കുന്ന പ്രിയ സൈച്ചാൻ, ഷിക്കു ഇന്നിവിടെ വരേണ്ടതായിരുന്നു. അവന് തീരെ വയ്യാത്തത് കൊണ്ട് അവൻ പകുതി വഴി വരെ വന്നു. അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇന്ന് അവനൊരു വിദേശ യാത്ര ഉള്ളത് കൊണ്ട് അവന് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബാൻഡ് തുടങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു ആൽബം കംപ്ലീറ്റ് ചെയ്തു. 2014 ജൂൺ 6 അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ CDസിൻ്റെ ബഞ്ചുമായിട്ട് ഞാൻ അമേരിക്കയ്ക്ക് പോയി. അവിടെ പോയി പ്രോഗ്രാമുകളൊക്കെയും ചെയ്ത് CDs ഒത്തിരി വിറ്റുപോയി. അതിൽ നിന്ന് വന്ന പ്രൊസീഡ്സ് ഒക്കെയും ഞങ്ങൾ ഈക്വലി വീതിച്ചെടുത്തു. സെലസ് എന്ന ചാപ്റ്റർ, ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ എപ്പിസോഡ്സ് കൊണ്ടുവരും, ഓരോ ചാപ്റ്റേഴ്സ്. ആ ചാപ്റ്റർ കഴിയുമ്പം അതിൻ്റെ റെലവൻസ് ചിലപ്പോൾ പോയെന്ന് വരാം. പക്ഷെ സെലസ് എന്ന ചാപ്റ്റർ ഞങ്ങൾ 6 പേരുടെയും ജീവിതത്തിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ആ ചാപ്റ്ററിലാണ് ജിജിൻ ബ്ലസ്സിയെ മീറ്റ് ചെയ്യുന്നതും, ആ ചാപ്റ്ററിലാണ് അവരുടെ വിവാഹം സംഭവിക്കുന്നതും, ആ ചാപ്റ്ററിലാണ് ഞാൻ ശ്രുതിയെ മീറ്റ് ചെയ്യുന്നതും, ആ ചാപ്റ്ററിലാണ് ജിൻസ് മാത്യു റിബേക്കയായിട്ട് വിവാഹിതനാകുന്നതും, ആ ചാപ്റ്ററിലാണ് അലക്സ് TJ റീനുവായിട്ട് വിവാഹം ആകുന്നതും. ഒത്തിരി നന്മകൾ ഞങ്ങളുടെ 6 പേരുടെയും ജീവിതത്തിൽ ദൈവം നന്മകളെ തരാൻ ചാനൽ ചെയ്ത ഒരു ചാപ്റ്റർ. പ്രിയ എബ്ജാൻ്റെ മമ്മി ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങളൊക്കെ ഒരുമിച്ച് മമ്മയുടെ വീട്ടിൽ ഇവിടെ കൊച്ചി കലൂരിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു കുടുംബം പോലെ ആയിരുന്നു. പിന്നെ അതിനുശേഷം 2015 ഞങ്ങൾ ഒരുമിച്ച് UAE പോയി. സെയിം ഇയർ അടുത്ത മാസം മേയിൽ UAE പോയി. ജൂണിൽ ഞങ്ങൾ ഒമാനിൽ പോയി. ആ സമയങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുക. UAE ചെന്ന് ജിജിൻ ബ്ലസ്സിയെ മീറ്റ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. ഒമാനിൽ വെച്ച് ഇവർ രാത്രി ഫോണിലൂടെ സംസാരിക്കുമ്പം പലപ്പോഴും പല കോമഡികളും നടന്നിട്ടുണ്ട്. ബ്ലസ്സിക്ക് അയച്ച മെസ്സേജ് താൻ അറിയാതെ നമ്മുടെ സെലസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങളത് പൊക്കിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല നല്ല മെമ്മറീസ്. അതിനുശേഷം 2016 ഡാളസിൽ നടന്ന PC NAC അവിടെ ശുശ്രൂഷകളെ ലീഡ് ചെയ്യാനായിട്ട് അവർ ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങൾ ബാൻഡായിട്ട് US പോയി. ഇവിടെ നേരത്തെ അതിൻ്റെ ഒരു രസകരമായിട്ടുള്ള മെമ്മറി പ്രിയ ചിന്നുച്ചാൻ പറഞ്ഞു. ചെന്നൈയിൽ US വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ 6 പേരും
ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക. ഞങ്ങളുടെ കൂടെ ബ്ലസഞ്ചാനും ഉണ്ട്. ബ്ലസഞ്ചാനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരും ക്യൂവിൽ നിൽക്കുമ്പം ഞങ്ങളോട് എല്ലാവരോടും ഓൾമോസ്റ്റ് സെയിം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ചീഫ്. അവസാനം ജിജിനും ഷിക്കുവാണ് നിൽക്കുന്നത്. ഷിക്കു ഏറ്റവും അവസാനവും ജിജിൻ സെക്കൻഡ് ലാസ്റ്റ്. എല്ലാവരും ഭയങ്കര വിറങ്ങലിച്ച് നിൽക്കുക. അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എന്ത് തിരിച്ച് സംസാരിക്കും എന്നുള്ളത്. ഞങ്ങളുടെയൊക്കെ വിസ ഗ്രാൻഡ് ചെയ്ത് ഞങ്ങൾ പുറത്തു പോയി. ജിജിൻ ചെന്ന് ചീഫിന്റെ മുമ്പിൽ നിൽക്കുമ്പം അദ്ദേഹം ജിജിന്റെ പാസ്പോർട്ടിൽ ജിജിന്റെ ഫുൾ നെയിം ജെയിൻ രാജ് ജിജിൻ രാജ് എന്നാണ്. കാരണം ഇതിന്റെ സ്കാനിങ് എല്ലാം ഞാനാ ചെയ്തത്. എനിക്ക് എല്ലാവരുടെയും പാസ്പോർട്ടിൽ അവരുടെ റിയൽ നെയിംസ് എനിക്ക് കാണാതെ അറിയാം. അത് അദ്ദേഹം ചീഫ് ഇങ്ങനെ പാസ്പോർട്ടിൽ നോക്കിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ജിജിൻ രാജ്. അപ്പോൾ ഇദ്ദേഹം, ജിജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജിജിൻ ഇങ്ങനെ അദ്ദേഹത്തെ നോക്കി, ജിജിൻ രാജ്. അദ്ദേഹം പിന്നെയും പാസ്പോർട്ടിൽ നോക്കി വീണ്ടും ചോദിച്ചു, ജിജിൻ രാജ്. ജിജിൻ പിന്നെയും പറഞ്ഞു, ജിജിൻ രാജ്. എന്നിട്ട് അടുത്ത ചോദ്യം ഇതായിരുന്നു, സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ വിസിറ്റ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? അതിനും പുള്ളി മറുപടി പറഞ്ഞു, ജിജിൻ രാജ്. ആ ചീഫ് അടുത്തത് പറഞ്ഞതാ, സോ ജിജിൻ, യുവർ വിസ ഹാസ് ബീൻ ഗ്രാൻറ്റഡ്. ഷിക്കു ബാക്കിൽ നിന്ന് അന്താളിച്ച് നിൽക്കും, ഇവിടെ എന്തോ സംഭവിക്കുന്നതെന്ന്. ഷിക്കു ഇല്ലായിരുന്നെങ്കിൽ നമ്മളിത് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോയി. 1.5 മാസത്തോളം US പലയിടങ്ങളിലും ശുശ്രൂഷിച്ചു. തിരിച്ചു വന്നു. അതിനുശേഷം 2017 തൻ്റെ വിവാഹം നടക്കുന്നു. 2021 ഇന്നും ലോകമെമ്പാടും വളരെ ശക്തമായ ഒരു മിനിസ്ട്രി ആയി തീർന്ന റെക്സ് മീഡിയ ഹൗസിലും ജിജിൻ പാർട്ടായി. റെക്സ് മീഡിയയുടെ ഫാമിലിയുടെ ഒരു അംഗമാണ് ജിജിൻ. 2023 കഴിഞ്ഞ വർഷം എൻ്റെ കുറച്ച് പാട്ടുകൾ ചേർത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം പൂർത്തിയാക്കി പ്രിയ ബ്ലമിനാണ് അതെല്ലാം ചെയ്യുന്നത്. അതിലും ജിജിൻ വായിച്ച് തന്നേച്ച ജിജിൻ പോയത്. ഒത്തിരി സന്തോഷം. സെലസ് എന്ന ചാപ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജിജിൻ്റെ ലൈഫിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു ജിജിൻ. ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി ഒരു നല്ല കൂട്ടുകാരൻ, സത്യസന്ധതയുള്ള ഒരു നല്ല കൂട്ടുകാരൻ. നിങ്ങളെല്ലാവരും ഞങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെയും കാണുമ്പം എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. പ്രോഗ്രാമുകൾക്ക് പോകുമ്പം എൻ്റെ കൂടെ ഒത്തിരി പേര് വരും. പക്ഷെ അതിൽ നല്ല കൂട്ടുകാർ വളരെ കുറവാണ്. നല്ല കൂട്ടുകാർ പലരും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഫെയിമോ നമ്മുടെ സ്ഥാനമാനങ്ങളോ കൊണ്ടായിരിക്കാം. പലരും കൂടെ നിൽക്കുന്നത്. പലരെയും നമ്മൾ നേരിട്ട് പോയി കാണുമ്പോൾ അച്ഛാ എന്നാ ഉണ്ട്. പക്ഷെ ജിജിൻ അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ നല്ലൊരു കൂട്ടുകാരനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച 2 പേരാണ് ജിജിനും ബ്ലസ്സിയും. അവരുടെ വിവാഹം 2017 നടക്കുമ്പം ഞങ്ങളുടെ വിവാഹം 2017 നടന്നത്. എൻ്റെ വിവാഹത്തെ ചൊല്ലി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഫേസ് ചെയ്തു. ഞങ്ങൾ ഒരുമിക്കരുത് എന്നാഗ്രഹിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷേ അവിടെയൊക്കെയും ഞങ്ങളെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിച്ച 2 വ്യക്തികളാണ് ജിജിനും ബ്ലസ്സിയും. അതിനുശേഷം ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നതിന് ശേഷം ബ്ലസ്സി ശ്രുതിയോട് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അവളുടെ ഒരു ഡയറി ഉണ്ട്. ഡയറിയിൽ ഞങ്ങൾ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പം ആ ഓരോ സ്റ്റേജും എഴുതി വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ബ്ലസ്സി. ആത്മാർത്ഥമായി സ്നേഹിച്ച, സാധാരണ മ്യൂസിഷ്യൻസിന് എല്ലാവർക്കും ഇൻബോൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈഗോ എന്ന് പറയുന്നത്. തീരെ ഇല്ലാത്തൊരു വ്യക്തി. താൻ എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഒരാൾക്ക് പോലും ഒരു മോശം പറയാനില്ല ജിജിനെ പറ്റി. ഹി വാസ് സോ സ്ലോ ടു സ്പീക്ക്, ഫാസ്റ്റ് ടു ലിസൺ, കോപത്തിന് താമസമുള്ളവൻ, ക്രിസ്തു, ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ ഒരു നല്ല വ്യക്തി. ഞാനും ജിജിനുമായി ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം ക്രൈസ്തവ സംഗീത ഗോളത്തിൽ ഞങ്ങൾ 2 പേരും സെക്കുലറിൽ നിന്ന് വന്ന ആൾക്കാരാണ്. സെക്കുലർ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആ ലോകത്തു നിന്നാണ് വരുന്നത്. ഒരു ഫ്ലൂട്ട് പ്ലെയറിന് എന്തോരം മാന്യത ആ ലോകം കൊടുക്കുമെന്ന് എനിക്കറിയാം. സെക്കുലറിൽ നിന്നിരുന്നെങ്കിൽ ഇതുപോലെ മാന്യമായിട്ടൊരു ശുശ്രൂഷ ലഭിക്കത്തില്ലായിരുന്നു ജിജിന്. എനിക്ക് എന്ന് ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും. തനിക്ക് ഇത്രയും മാന്യത ലഭിക്കാൻ കാരണം താൻ ലോകത്തെ രസിപ്പിക്കുന്നതിന് പകരം താൻ രാജാവിന് വേണ്ടി നിന്നതുകൊണ്ടാണ്.
താൻ രാജാവിൻ്റെ മുമ്പേ ശുശ്രൂഷ ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ രാജപ്രൗഢിയോടുകൂടെ നാം ഈ സെൻറ്റ് ഓഫ് നടത്തുന്നത്. രാജാവിന് വേണ്ടി നിൽക്കാൻ തിരഞ്ഞെടുത്തു. അത് പലപ്പോഴും നമ്മളൊക്കെ ഈ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ പല കൺവെൻഷനുകളിലും പല വേദികളിലും ഞങ്ങളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഇപ്പം എന്നെ പറയുമ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ കാര്യമൊക്കെ പറയും. ഞാൻ അത് കളഞ്ഞ് സിനിമാ മേഖല കളഞ്ഞു വന്നു. ഒന്നുമില്ല, ഞങ്ങളൊക്കെ ഒരു വിലയും കൊടുത്തിട്ടില്ല. കാരണം ഞാൻ സേവിക്കുന്ന എൻ്റെ രാജാവ് തൻ്റെ ജീവനെ കൊടുത്തു. ആ ജീവനെ കൊടുത്ത രാജാവിന് വേണ്ടി സ്വന്തം ജീവിതം വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ആർ നോട്ട് എ ബിലീവർ അറ്റ് ഓൾ. യു ആർ നോട്ട് എ ബിലീവർ അറ്റ് ഓൾ. ഇഫ് യു കാൻറ്റ് ഡെഡിക്കേറ്റ് യുവർ ലൈഫ് for the one who laid down your life, his life for you. താലന്തുകളെ തന്നവന് വേണ്ടി നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ you are wasting your purpose in this world. ജിജിൻ അത് മനസ്സിലാക്കി താൻ വന്നു, തൻ്റെ മേലുള്ള പർപ്പസ് നിറവേറ്റി താൻ പ്രിയം വെച്ച തൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നു. സെലസിന്റെ മോട്ടോ ഇതായിരുന്നു, സിംഗ് ക്രൈസ്റ്റ്. അത് തന്നെ താൻ അന്ത്യശ്വാസത്തോളം ചെയ്തു. കർത്താവിനെ പാടി തൻ്റെ പർപ്പസ് നിവർത്തിയാക്കിയിട്ടാണ് ജിജിൻ പോയത്. ജിജിൻ ഇർറിപ്ലേസബിൾ ആണ്. ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ചില പാട്ടുകൾ എനിക്കിനി പാടാൻ പറ്റത്തില്ല. തേനിലും മധുരവും അതൊക്കെ ഇനി ജിജിനില്ലാതെ എനിക്കൊരു വേദിയിൽ പാടാൻ പറ്റത്തില്ല. അതിൽ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാസേജ് ഉണ്ട്, അവസാന സ്വരങ്ങളൊക്കെ പാടുന്നത്. പല മ്യൂസിഷ്യൻസിൻ്റെയും കൂടെ ഞാനത് പാടാറുണ്ട്. പക്ഷെ ജിജിനോടൊപ്പം നിൽക്കുമ്പം ആ കിട്ടുന്ന നിറവ് അതുപോലെ ഇനി തേനിലും മധുരം നീതിയാം യഹോവേ ഇതുവരെ എന്നെ കരുതിയ നാഥ, എനിക്കൊരു ഉത്തമ ഗീതം നിത്യസ്നേഹത്താൽ എന്ന സോങ് നമ്മൾ മനസ്സിൽ വരുമ്പോൾ ജിജിന്റെ ഇൻട്രോ മനസ്സിൽ വരുന്നത്. എല്ലാ കല്യാണ കൊയറിനും നേരത്തെ പ്രിയ ബേണിസ് പറഞ്ഞതുപോലെ ഞാൻ ഇന്നീമംഗലം പാടാൻ നിൽക്കുമ്പം ജിജിൻ സ്റ്റാർട്ട് ചെയ്ത് തരുന്ന ഒരു ഇൻട്രോ ഉണ്ട്. അത് ഇന്ന് പല മ്യൂസിഷ്യൻസും അത് ചെയ്യാൻ ശ്രമിക്കത്തേ ഉള്ളൂ. ഞാൻ ആരെയും താത്തിക്കെട്ടതല്ല, പക്ഷെ ജിജിൻ വായിക്കുന്നത് പോലെ അതെനിക്ക് ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു വെഡിങ്ങിന് പോയാലും തന്നെ മറക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നിമംഗലം വരുമ്പം മനസ്സിൽ വരും, എടോ നിങ്ങളെ മറക്കാൻ പറ്റത്തില്ലടോ. കൂടുതലൊന്നും പറയാനില്ല. ഒരു ജയിച്ചയാളാണ് പോയിരിക്കുന്നത്. ജയിച്ചവൻ, ജയാളി ആയവന്റെ അടുക്കലേക്ക് ജയിച്ചവനായി കയറിപ്പോയി. എനിക്ക് ഇത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷത്തിന് കാരണം ഒരു സിമിലർ തീരുമാനം എടുത്ത് ഞാനും വന്നു. എനിക്കൊരു വലിയ പ്രത്യാശയുണ്ട്. എൻ്റെ പ്രത്യാശ വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോ സെലസ് ഫാമിലിയിലായിരിക്കുന്ന എല്ലാവരുടെയും ഫാമിലിയുടെ ഭാഗത്തു നിന്നും, റെക്സ് മീഡിയ ഹൗസ് ഫാമിലിയിൽ നിന്നും, എല്ലാവരുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിലായിരിക്കുന്ന ടോം ഫിലിപ്പ് തോമസ് തൻ്റെ ഫാമിലി, സെലസ് ഫാമിലി എന്ന് പറയുമ്പോൾ ജിൻസ് മാത്യു, അലക്സ് ടി ജെ, ഷിക്കു ഡാൻ ജേക്കബ്, സജി എബ്രഹാം മാത്യു, ആൻഡ് റെക്സ് മീഡിയയിലെ പ്രിയ ബോബിച്ചാനും, ഞാൻ റെക്സ് മീഡിയയിലായിരിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഈ കുടുംബത്തോടുള്ള സ്നേഹവും ക്രിസ്തുവിലുള്ള പൂർണ്ണമായിട്ടുള്ള പ്രത്യാശയും അറിയിച്ചുകൊള്ളുന്നു. മേ ഹിസ് നെയിം ബി ഗ്ലോറിഫൈഡ്. ജിജിൻ്റെ മിനിസ്ട്രി നിലയ്ക്കുന്നില്ല. കാരണം ഇതാണ് ഒരു മ്യൂസിഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ കലാകാരൻ്റെ, ക്രൈസ്തവ ഗായകൻ്റെ ഏറ്റവും വലിയ ഗുണം. തൻ്റെ ശബ്ദം നിലച്ചാലും ഇന്ന് മീഡിയ ഒത്തിരി ഉണ്ട്. അവസാനം വരെയും താൻ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ വരവ് വരെയും താൻ വായിച്ചതും താൻ ചെയ്തതൊക്കെയും ഇനിയും ഇറ്റ്സ് ഇൻ ദി എയർ, ഇറ്റ്സ് ഇൻ ദ വെബ്. ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി ബി മിനിസ്റ്ററിംഗ് ടു മില്യൺസ് അക്രോസ് ടൈം സോൺസ്, ടു ഇയേഴ്സ് ടിൽ ദി എൻഡ്. ഒരു പാട്ട് ജിജിനെ ഓർത്ത് പാടാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിന്റെ മഹിമയ്ക്കായി
ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കിയോ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ. ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്കുകളാൽ കഴിയത്തില്ല എങ്കിൽ പോലും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. ദൈവത്തിൻ്റെ നിസ്തുല്യമായ സമാധാനത്താൽ താൻ നിങ്ങളെ എല്ലാവരെയും പൊതിയുമാറാകട്ടെ. ഹല്ലേലൂയ.